നമസ്കാരം. യൂട്യൂബിൽ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറയേണ്ട കാര്യമില്ല. അതിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം യൂട്യൂബ് ഇപ്പം സൈലന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയ എന്താണെന്നും എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്നും എങ്ങനെ നമ്മുടെ ചാനലിൽ കൂടുതൽ ഏണിംഗ്സ് ഉണ്ടാക്കാമെന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുകൊള്ളുക. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയറോട് ചെയ്ത് കൊടുത്തേക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ ഇനി ഒരു യൂട്യൂബർ അല്ല, വീഡിയോകൾ കാണുന്നവരാണ്, ഒരു വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. 5-6 മാസം മുമ്പ് ഞാനൊരു യൂട്യൂബ് അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, യൂട്യൂബിൽ പുതുതായിട്ടൊരു ഫീച്ചർ ആഡ് ആകാനായിട്ട് പോകുന്നുണ്ട്, അതിലൂടെ നമുക്ക് കുറച്ചധികം പ്രയോജനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അത് ആ സമയത്തൊക്കെ ബീറ്റാ വെർഷനിൽ ട്രയൽ പീരീഡിലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും ആ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് യൂട്യൂബ്. പക്ഷെങ്കിൽ അധികം ബഹളമൊന്നും ഇല്ലാതെ അധികം ആരും അറിയാതെ സൈലന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ വളരെ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ ഇപ്പം കമന്റ് സെക്ഷനിൽ വീഡിയോകളുടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് പറയും. ക്രൈറ്റീരിയയിൽ വരുന്നത് 500 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ കുറവായിരിക്കണം നിങ്ങളുടെ ചാനൽ. അതായത് ചെറിയ ക്രിയേറ്റേഴ്സ്, സ്മോൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ചാനൽ റീച്ചിലേക്ക് എത്തിക്കാനും വ്യൂ കൂടുതൽ കിട്ടാനും ഒക്കെ വേണ്ടിയാണ് യൂട്യൂബ് ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിന്റെ കണ്ണിൽ 5 ലക്ഷത്തിൽ താഴെ സബ്സ്ക്രൈബർ കൗണ്ടുള്ള ചാനലുകളൊക്കെ തന്നെ സ്മോൾ ചാനൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ 5 ലക്ഷത്തിൽ താഴെയാണ് സബ്സ്ക്രൈബേഴ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഓൾഡ് വീഡിയോസിലൊന്നും തന്നെ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കത്തില്ല. 7 ദിവസത്തിനുള്ളിൽ, അതായത് 1 വീക്കിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ മാത്രമേ ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. സ്ക്രീൻ റെക്കോർഡിംഗ് ആദ്യം ഇടാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇതിൽ ഏകദേശം 4 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 3,99,000 ആണ് സബ്സ്ക്രൈബേഴ്സ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വീഡിയോ സെക്ഷനിലേക്ക് വരാം. അതിനുശേഷം ഇവിടെ ഒന്ന് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്തതിനു ശേഷം ഇവിടെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ ആരും ശ്രദ്ധിക്കാത്തൊരു പുതിയ ഐറ്റം കമന്റ് സെക്ഷനിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെ ഉണ്ട്, സാധാരണ ഇഷ്ടംപോലെ വരുന്ന ഒരു കമന്റ് ആണിത്. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അതിൽ ഹൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. 2.5K പോയിന്റ്സ് ഓൺ ദിസ് വീഡിയോ. ആരൊക്കെയോ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 60 പോയിന്റിൽ നമുക്കിവിടെ ഹൈപ്പ് ചെയ്യാമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽപ്പ് യുവർ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ബി ഡിസ്കവേർഡ് വെൻ യു ഹൈപ്പ്. അതായത് ഈ ഹൈപ്പ് ചെയ്യുന്നതിലൂടെ ഹൈപ്പ് ടാബിലേക്ക് ഇങ്ങനെയുള്ള കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന വീഡിയോകൾ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഹൈപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഹൈപ്പ് ആയിട്ടുണ്ട്. ഇപ്പം 2580 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ അടുത്തായിട്ട് ആ കമന്റ് സെക്ഷനിൽ തന്നെ ലീഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ലീഡർ ബോർഡിലുള്ള 100 ഹൈപ്പ് ചെയ്യപ്പെട്ട ടോപ്പ് വീഡിയോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രൗസ് ദ ടോപ്പ് 100 ആൻഡ് കീപ് ട്രാക്ക് ഓഫ് ഹൗ വീഡിയോസ് ദാറ്റ് യു ഹൈപ്പ്ഡ് ആർ ഡൂയിങ്. അതായത് നമ്മൾ ഹൈപ്പ് ചെയ്ത വീഡിയോകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഈ ഒരു ലീഡർ ബോർഡിലേക്ക് ടോപ്പ് 100ലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു വ്യൂവറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ മൈ ഹൈപ്പ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എത്ര വീഡിയോകൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഞാൻ 2 വീഡിയോസാണ് ഇവിടെ ഹൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വീഡിയോകൾ ഹൈപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയാലും ഇങ്ങനെ ഹൈപ്പിന്റെ ഒരു ഫീച്ചർ കാണും. അവിടെ നിങ്ങൾ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിമിംഗ് കാറ്റഗറി, വ്ലോഗ് കാറ്റഗറി, അതേപോലെ ഫിലിം, മ്യൂസിക്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പല കാറ്റഗറി വൈസിലാണ് ടോപ്പ് ഹൈപ്പഡ് ആയിട്ടുള്ള വീഡിയോകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീഡിയോകൾ കാണുന്നവരോട് ഹൈപ്പ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, കാരണം ഹൈപ്പ് കൂടുതൽ കിട്ടുമ്പോൾ ഹൈപ്പിന്റെ ടോപ്പ് ലീഡർ ബോർഡിലേക്ക് നമ്മളുടെ വീഡിയോകൾ വരും. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന പറയുന്നതിനോടൊപ്പം ഇനിയും ഹൈപ്പ് ചെയ്യാനും പറയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വീഡിയോകൾ ഹൈപ്പിന്റെ ത്രൂ കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുപോകാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മുടെ വീഡിയോകൾ ഹൈപ്പ് ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, ഇതൊരു മോണിറ്റൈസേഷൻ ടൂളിലൂടെയാണ്. അതായത് ഹൈപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏണിങ്സും കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു വ്യൂവറിന് ഒരാഴ്ചയിൽ ഒരു ചാനലിലെ 3 വീഡിയോകൾ മാത്രമേ ഹൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അവർക്ക് അതിൽ കൂടുതൽ വീഡിയോകൾ ഹൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈപ്പ് ബൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് യൂട്യൂബിന്റെ കയ്യിൽ നിന്ന് വ്യൂവേഴ്സിന് ബൈ ചെയ്യാം, ഹൈപ്പ് ബൈ ചെയ്യാം. ഹൈപ്പ് ബൈ ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ വീഡിയോകൾ ഓരോ ചാനലിലെ കൂടുതൽ വീഡിയോകളിലേക്ക് ഹൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ യൂട്യൂബിന്റെ ഇത്
ബൈ ചെയ്ത ഹൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്മൾ ബൈ ചെയ്യാൻ ഉപയോഗിച്ച ക്യാഷിന്റെ കുറച്ച് പെർസെന്റേജ് ക്രിയേറ്റേഴ്സിനും കിട്ടും. അതായത് ഇതൊരു മോണിറ്റൈസേഷൻ ടൂൾ ആണെന്ന് കരുതിക്കൊള്ളുക. ഏർണിംഗ്സ് കൂടെ ഇതിലൂടെ കൂടുതൽ ലഭിക്കും. രണ്ടാമതായിട്ട് കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന വീഡിയോകൾ ടോപ്പ് ലീഡർ ബോർഡിലേക്ക് വരും. ഇതിലൂടെ നല്ലൊരു ഗ്രോത്ത് നമ്മുടെ ചാനലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചാനലുകളുടെ കാര്യമാണ് പറയുന്നത്. 5 ലക്ഷത്തിൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾക്കാണ് ഈ ഒരു പ്രയോജനം ലഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കൂടുതൽ ഹൈപ്പ് കിട്ടിയാൽ സെർച്ച് റാങ്കിങ്ങിലേക്ക് ഈ വീഡിയോ കയറി വരുമോ, അവിടെ റാങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. അതായത് ഈ ഹൈപ്പിലൂടെ നമ്മുടെ വീഡിയോയുടെ സെർച്ച് റാങ്കിങ്ങിലോ ഒന്നും ഒരു രീതിയിലുള്ള മാറ്റം ഉണ്ടാകില്ല. ഹൈപ്പിലൂടെ നമ്മൾ ഹൈപ്പിന്റെ ലീഡർ ബോർഡിൽ ടോപ്പ് 100 ലീഡർ ബോർഡിലേക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കയറി വരും. അപ്പോൾ ഇനി മുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ലൈക്കിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുന്ന കാര്യം കൂടെ വ്യൂവേഴ്സിനെ ഓർമ്മിപ്പിക്കുക. കാരണം ഹൈപ്പിലൂടെ നിങ്ങളുടെ വീഡിയോകൾ ടോപ്പ് ഹൈപ്പ് റാങ്കിങ്ങിന്റെ ടോപ്പ് ലീഡർ ബോർഡിലേക്ക് പോവുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ഹൈപ്പ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മറക്കാതെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. നമുക്ക് നോക്കാം ഈ വീഡിയോ എവിടെ വരെ പെർഫോം ചെയ്ത് പോകുന്നുള്ള കാര്യം. എന്തായാലും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ടും വളരെ സൈലന്റ് ആയിട്ട് യൂട്യൂബ് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ആരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിയേറ്റേഴ്സിന് അവർ ഹൈപ്പ് ചെയ്ത് അവരുടെ വീഡിയോകൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഫീച്ചറിലൂടെ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്ത് കാണുമെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.